ഹലോ, നമസ്കാരം. ഈ കേക്ക് ഞാൻ ആർക്കും സെയിലിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കല്ല കേട്ടോ. ഇതെൻ്റെ ഋതുക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. എൻ്റെ ഡ്രാമ ക്വീൻ എന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അവൾ ഒട്ടും മധുരം ഇഷ്ടമില്ലാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് മധുരം കഴിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും എന്തെങ്കിലും പൊട്ടുപൊടി പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ബേക്കറാണല്ലോ ഞാൻ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ആ മൊമെൻറ്റിനെ അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യാറുള്ളത്. അതിപ്പോൾ കുറേയൊന്നും വേണ്ട, ജസ്റ്റ് 2 സ്പൂൺ എന്തെങ്കിലും കിട്ടിയാൽ മതി, ആൾ ഓക്കെ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കേക്കൊന്നും അല്ല കേട്ടോ. പക്ഷേ പണ്ട് എന്ന് വെച്ചാൽ ഒരു 4 വർഷമൊക്കെ മുമ്പ് ഈ പേജിൽ ഇത്രയും ആൾക്കാരൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ സെയിലൊക്കെ നടക്കുമ്പോൾ സ്റ്റോളൊക്കെ ഇട്ടിട്ട് അവിടെ കുറേ ഐറ്റംസൊക്കെ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു. പല ടൈപ്പ് കേക്ക്സ്, നമ്മുടെ മാഡ്ലിൻസൊക്കെ അപ്പോൾ ഞാൻ നല്ല സക്സസ്ഫുള്ളി സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തിരുന്നൊരു കേക്കാണ് ഇത്. അന്ന് ഈ കേക്ക് കുറച്ചുകൂടെ തിന്നായിട്ടാണ് കേട്ടോ ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് ടോപ്പ് പോർഷനിൽ ബട്ടർ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അത് എത്ര പെട്ടെന്നാണെന്നറിയോ സെയിലായിട്ട് പോകാറുണ്ടായിരുന്നത്. കാരണം ഭയങ്കര ഫ്ലഫിയാണ്. വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ലേഡി, ഒരു ചെറിയ കുഞ്ഞുണ്ട് കേട്ടോ കയ്യിൽ. എന്നിട്ട് ഇവർ കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെയും വന്നിട്ട് അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഓവർ സ്വീറ്റൊന്നും അല്ല, പൊതുവേ നമ്മുടെ ഒരു കേക്കും ഓവർ സ്വീറ്റ് അല്ല. അപ്പോൾ പിന്നെ കഴിക്കാൻ നല്ല ഈസിയാണ്, നമുക്ക് കഴിച്ചു തോന്നില്ല, അത്രയും ലൈറ്റാണ്, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഏതോ കാലത്തൊരു മെമ്മറിയാണ് ഞാനിപ്പോൾ വീണ്ടും എടുത്തിട്ടൊന്ന് പൊടി തട്ടിയിട്ട് ചെയ്യാമെന്ന് വെക്കണം. അപ്പം മോൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് ചെയ്യുന്നതിന് ഇപ്പോൾ എന്താ ഡിഫറൻസ് വെച്ചാൽ ഇത് വീറ്റ് ഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വീറ്റും ആമൻസും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ മൈദയിലാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സോഫ്റ്റാണ്, മോർ ടേസ്റ്റിയാണ്. കുറച്ചുകൂടെ വായിലിട്ട് അലിഞ്ഞു പോണ ആ ഒരു ടെക്സ്ചറിലേക്ക് മൈദ ആവുമ്പോൾ മാറും. പിന്നെ ഞാൻ കുറച്ചൊരു ഹെൽത്തി വേർഷൻ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന നല്ലൊരു ക്രൗഡിന് കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും കുറേ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള, ഫിഗർ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ട കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് താനും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ടെപ്പോഴൊക്കെയോ ചെയ്തിട്ടുള്ള കേക്ക്സ് അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. അതിനൊരു തുടക്കമാവട്ടെ എന്ന് വെച്ചും കൂടെയാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ വീട്ടിലൊക്കെ ആയതുകൊണ്ട് മോൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടായിക ഉണ്ടാവാമെന്നിങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ സർപ്രൈസിംഗ്ലി അവൾ വളരെയധികം എൻജോയ് ചെയ്തെന്ന് മാത്രമല്ല, ഇതിൻ്റെ നല്ലൊരു പീസ് ഇന്ന് സ്കൂളിലേക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ശുഭപര്യവസായി ആയി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.